नाम मोहम्मद दीपक है भाई. കഴിഞ്ഞ ദിവസം രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത പേരാണിത്. ഉത്തരാഖണ്ഡിൽ മുസ്ലിം കടയുടമയെ ഭീഷണിപ്പെടുത്താനെത്തിയ ബജ്രംഗ് ദൾ പ്രവർത്തകരെ സധൈര്യം നേരിട്ട യുവാവിന്റെ പേരാണ് ദീപക് മുഹമ്മദ്. രാജ്യം 77ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച ദിവസം തന്നെയാണ് രാജ്യത്തിന് ആകെ നാണക്കേടുണ്ടാക്കിയ സംഭവം നടക്കുന്നത്. പൗരി ഗർവാളിൽ ബാബ ഡ്രസ് എന്ന തുണിക്കടയ്ക്ക് മുൻപിലേക്കാണ് ഒരു സംഘം ബജ്രംഗ് ദൾ പ്രവർത്തകർ ഭീഷണിയുമായി എത്തിയത്. ബാബ സ്കൂൾ ഡ്രസ് എന്ന അഹമ്മദിന്റെ കടയുടെ പേരിലെ ബാബ എന്നത് മാറ്റണമെന്നും ഇത് ഹിന്ദു നാമമാണെന്നും മുസ്ലിം സ്ഥാപനങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്നുമായിരുന്നു പ്രവർത്തകരുടെ വാദം. 40ഓളം പേരെത്തിയാണ് അഹമ്മദിന്റെ കടയ്ക്ക് മുന്നിൽ സംഘർഷം സൃഷ്ടിച്ചത്. സംഭവം ജിം ട്രെയിനറായ ദീപകിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്താണെന്ന് അന്വേഷിക്കാൻ എത്തിയപ്പോൾ താൻ ഇതിൽ ഇടപെടേണ്ടെന്ന് പ്രവർത്തകർ താക്കീത് നൽകി. എന്നാൽ പിൻവാങ്ങാൻ അദ്ദേഹം തയ്യാറായില്ല. 30 വർഷമായി പ്രവർത്തിക്കുന്ന കടയുടെ പേര് എന്തിനു മാറ്റണമെന്നും മറ്റുള്ളവരുടെ കടയുടെ പേര് ബാബ എന്നാക്കാമെങ്കിൽ അഹമ്മദിന്റേതിന് എന്തുകൊണ്ടായിക്കൂടാ എന്നുമായിരുന്നു ദീപകിന്റെ മറുചോദ്യം. തന്റെ പേരെന്താണെന്നായി പ്രവർത്തകരുടെ അടുത്ത ചോദ്യം. പിന്നീട് പ്രവർത്തകർക്ക് മുന്നിൽ ദീപകിന്റെ ചെറുത്തുനിൽപ്പായിരുന്നു. സംഘർഷം രൂക്ഷമാവുകയും കയ്യേറ്റത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയും ചെയ്തതോടെ കുറച്ചു പേർ ദീപകിനൊപ്പം ചേർന്നു. സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ മേരാ നാം മുഹമ്മദ് ദീപക് എന്ന ഹാഷ്ടാഗ് ട്രെൻഡിംഗ് ആയി മാറി. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പിന്തുണ അറിയിച്ച് രംഗത്തെത്തുകയും ചെയ്തു. ദീപക് ഇന്ത്യയുടെ ഹീറോ ആണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഭരണഘടനയ്ക്കും മനുഷ്യത്വത്തിനും വേണ്ടിയാണ് ദീപക് പോരാടിയത്. വെറുപ്പിന്റെ വിപണിയിലെ സ്നേഹത്തിന്റെ കടയുടെ പ്രതീകമാണ് അദ്ദേഹമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. സംഭവം വലിയ ചർച്ചയായതോടെ നിരവധി ബോഡി ബിൽഡർമാരും ജിം ട്രെയിനേഴ്സും പിന്തുണയുമായി എത്തി. സമൂഹ മാധ്യമങ്ങളിലെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ചർച്ചകൾക്കിടയിൽ ഹിന്ദുത്വ പേജുകളിൽ കൊലവിളി ഉയരുക പോലും ചെയ്തു. എന്നാൽ ദീപകിന് പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ: ഞാനൊരു ഇന്ത്യക്കാരനാണ്, എല്ലാവരും നിയമത്തിന് മുന്നിൽ സമന്മാർ.